BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബ് ഓണാഘോഷമായ ഓണം ഫെസ്റ്റിവൽ 2024 ഭാഗമായി അരങ്ങേറിയ പ്രശസ്ത പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ പ്രസീത ചാലക്കുടിയുടെ സംഗീത വിരുന്ന് ശ്രദ്ധേയമായി. ഇന്ത്യൻ ക്ലബ്ബ് ഓണം ഫെസ്റ്റിവൽ 2024 4ാം ദിവസമായ ഒക്ടോബർ 3 വ്യാഴാഴ്ച വൈകിട്ട് നടന്ന പരിപാടിയിൽ പ്രസീത ചാലക്കുടിയോടൊപ്പം സഹൃദയ പയ്യന്നൂർ ബഹ്റൈനും നാടൻപാട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്തു. ഇന്ത്യൻ ക്ലബ്ബ് ഓണം ഫെസ്റ്റിവൽ 2024 5ാം ദിവസമായ ഒക്ടോബർ 4 വെള്ളിയാഴ്ച ആരവം ബഹ്റിന്റെ ഫോക്ക് മ്യൂസിക് ആൻഡ് ഫ്യൂഷൻ ബാൻഡ് ക്ലബ്ബ് ഘോഷയാത്രാ മത്സരവും സംഘടിപ്പിച്ചു. 5 ടീമുകൾ പങ്കെടുത്ത ഘോഷയാത്രാ മത്സരത്തിൽ 1ാം സമ്മാനം അവർ ക്ലിക്കുകൾ, 2ാം സമ്മാനം ശ്രേഷ്ഠ, 3ാം സമ്മാനം വോയിസ് ഓഫ് ട്രിവാൻഡ്രം എന്നിവർ കരസ്ഥമാക്കി. വ്യക്തിഗത അവാർഡുകൾ മികച്ച ഫ്ലോട്ട്, അവർ ക്ലിക്ക്, മികച്ച കഥാപാത്രം ശ്രേഷ്ഠ, മികച്ച മഹാവേലി ഞങ്ങളുടെ ക്ലിക്കുകൾ, മികച്ച പ്രകടനം വോയിസ് ഓഫ് ട്രിവാൻഡ്രം, മികച്ച തീം അവർ ക്ലിക്സ്, പ്രത്യേക ജൂറി അവാർഡ് അവർ ക്ലിക്സ്. ഇന്ത്യൻ ക്ലബ്ബ് രക്ഷാധികാരികൾക്കും അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമായി ഒക്ടോബർ 11 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രശസ്ത സെലിബ്രിറ്റി സദ്യ സ്പെഷ്യലിസ്റ്റ് ജയൻ സുകുമാര പിള്ളയുടെ നേതൃത്വത്തിൽ 2500-ലധികം പേർക്കുള്ള 30ഓളം വിഭവങ്ങളടങ്ങിയ ഓണസദ്യയും ഒരുക്കും. ഇന്ത്യൻ ക്ലബ്ബ് അംഗങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും എല്ലാ സ്പോൺസർമാരോടും നന്ദി രേഖപ്പെടുത്തി. ISP APJ ഇന്റർ ജൂനിയർ സ്കൂൾ സയൻസ് ക്വിസിന്റെ 5ാം സീസണിലെ പ്രീ ഫൈനൽ മത്സരങ്ങൾ ശനിയാഴ്ച റഫയിലെ ജൂനിയർ ക്യാമ്പസിൽ നടന്നു. ഫൈനൽ റൗണ്ടിലേക്ക് 6 ടീമുകളെ തിരഞ്ഞെടുത്തു. ഇബ്ൻ അൽ ഹൈതം സ്കൂൾ, ന്യൂ ഇന്ത്യൻ സ്കൂൾ, ന്യൂ മിലേനിയം സ്കൂൾ, ഇന്ത്യൻ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ടീമും ഏഷ്യൻ സ്കൂളിൽ നിന്നുള്ള 2 ടീമുകളുമാണ് ഫൈനലിൽ എത്തിയത്. ഫൈനൽ ഒക്ടോബർ 18 ഇതേ വേദിയിൽ നടക്കും. ക്വിസ് മാസ്റ്റർ ശരത് മേനോൻ സെമി ഫൈനൽ നയിച്ചു. കാർട്ടൂണുകൾ മുതൽ ശാസ്ത്ര സാഹിത്യം വരെയുള്ള വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ നേരിട്ടു. സമാപന വേളയിൽ മത്സരാർത്ഥികൾക്ക് ഗിഫ്റ്റ് വൗച്ചറുകൾ നൽകി. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗി, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവർ വിദ്യാർത്ഥികളുടെ മികവുറ്റ പ്രകടനത്തെ അഭിനന്ദിച്ച ഫൈനലുകൾക്ക് ആശംസകൾ നേർന്നു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ 4ാമത് ഗുരുസ്മൃതി പുരസ്കാരത്തിന് ബഹ്റൈനിലെ പ്രമുഖ വ്യവസായിയും പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവുമായ KG ബാബുരാജൻ അർഹനായി. സാമൂഹിക സാംസ്കാരിക ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ കേരളീയ സമൂഹത്തിനൊപ്പം പ്രവാസി സമൂഹത്തിനും നിസ്തുല സംഭാവനയാണ് ശ്രീ KG ബാബുരാജ് നൽകുന്നതെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം മങ്ങാട്ട് ബാലചന്ദ്രൻ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അംഗം ശ്രീമദ് ഋതംഭരാനന്ദ സ്വാമികൾ, ബഹ്റൈൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. ഒക്ടോബർ 11 ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷ പരിപാടിയായ GSS മഹോത്സവം 2024 വേദിയിൽ ഈ പുരസ്കാരം നൽകുമെന്നും GSS ഭാരവാഹികൾ അറിയിച്ചു. തുമ്പമൺ പ്രവാസി അസോസിയേഷൻ തുമ്പക്കുളം ബഹ്റൈൻ സൗദിയ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം ജുഫൈർ മാറവിഡ ടവറിൽ വെച്ച് ഒക്ടോബർ 4 വെള്ളിയാഴ്ച സംഘടിപ്പിച്ചു. അത്തപ്പൂക്കളം ഒരുക്കി നിലവിളക്ക് തെളിയിച്ചതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചടങ്ങിൽ വിവിധയിനം കലാകായിക മത്സരങ്ങളും വിവിധ മിമിക്സ് പരേഡും അരങ്ങേറി. ബഹ്റൈനിലെ മികച്ച ഗായകരുടെ ഗാനമേളയോടൊപ്പം മോൻസിയുടെ നേതൃത്വത്തിൽ അസോസിയേഷൻ അംഗങ്ങളുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം പ്രോഗ്രാമിൽ പങ്കെടുത്ത ഏവർക്കും സമ്മാനങ്ങളും കൈമാറി. ജോജി കോമോട്ടത്ത് സ്വാഗതവും വർഗീസ് മോഡിയിൽ, പ്രകാശ് കോശി, ജോയ് മലയിൽ ആശംസകളും, സെക്രട്ടറി കണ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ മെമ്പറും കൊല്ലം അഞ്ചൽ സ്വദേശിയായ അനീഷ് കുമാറിന്റെ തുടർ ചികിത്സയ്ക്കായി സമാഹരിച്ച ചികിത്സാ ധനസഹായം കൈമാറി. KPA റിഫ ഏരിയ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായവും KPA ചാരിറ്റി ധനസഹായവും ചേർത്ത് കൈമാറിയ രേഖ KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ, ചാരിറ്റി കൺവീനർ സജീവ് അയ്യൂരിന് നൽകി. സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങൾ, റിഫ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കോർഡിനേറ്റർ ഷിബു സുരേന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു.
ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. അമേരിക്കൻ ഗവേഷകരായ ഗാരി റുവ്കുനിനും വിക്ടർ ആംബ്രോസിനുമാണ് പുരസ്കാരം. ജനിതക ശാസ്ത്രരംഗത്തെ തന്നെ വളരെ സുപ്രധാനമായ കണ്ടെത്തലിനാണ് ഈ വർഷത്തെ നൊബേൽ നൽകിയിരിക്കുന്നത്. മൈക്രോ RNAയുടെ കണ്ടെത്തലാണ് ഇരുവരെയും അവാർഡിന് അർഹരാക്കിയത്. സങ്കീർണമായ ജനിതകപരമായ ഘടനയിലൂടെ എങ്ങനെയാണ് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾ ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു മൈക്രോ RNAയുടെ കണ്ടെത്തൽ. വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ മരുന്നുകളുടെ ഗവേഷണത്തിനും മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഏറെ നിർണായകമായ കണ്ടെത്തലിനാണ് വൈദ്യശാസ്ത്ര നൊബേൽ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മാലദ്വീപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നതും ഈ ബന്ധം പുരാതന കാലം മുതൽ തുടങ്ങിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമുദ്രരംഗത്തെ സുരക്ഷയടക്കം വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും. മാലദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ബംഗളൂരുവിൽ പുതിയ മാലദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നതിന് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കവും നടത്തിയില്ലെന്നും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും പറഞ്ഞു. ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി NCR ഉൾപ്പെടെ രാജ്യത്തെ പല പ്രധാന സ്ഥലങ്ങളിലും ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ്. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ജനത്തിരക്കേറിയ പ്രദേശങ്ങൾ, ഇസ്രായേൽ എംബസി, വിദേശ സഞ്ചാരികൾ എത്തുന്ന പ്രദേശങ്ങൾ, മറ്റ് ആരാധനാലയങ്ങൾ എന്നിവ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നുവെന്നാണ് മുന്നറിയിപ്പ്. നവരാത്രി മുതൽ ദീപാവലി വരെയുള്ള കാലയളവിലാണ് ആക്രമണ സാധ്യതയെന്നാണ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയയിൽ ആക്ഷേപകരമായ പോസ്റ്റുകൾ വഴി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നതായും ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ വിനോദസഞ്ചാരികൾ വൻതോതിൽ താമസിക്കുന്നതിനാൽ ഹോട്ടലുകളും തീവ്രവാദികൾ ലക്ഷ്യമിട്ടേക്കാമെന്ന് മുന്നറിയിപ്പുണ്ട്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് എല്ലാ ഉദ്യോഗസ്ഥർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓം പ്രകാശിന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിന്റെ പേരിൽ വന്ന സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് കൊച്ചി DCP KS സുദർശൻ. കൂടുതൽ തെളിവുകൾ ലഭ്യമായ ശേഷമാകും ചോദ്യം ചെയ്യുക. റിമാൻഡ് റിപ്പോർട്ടിലുള്ള പേരുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്നും DCP അറിയിച്ചു. DJ പാർട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓം പ്രകാശിന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വിശദമാക്കി. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചു എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള 2013 പോഷ് നിയമം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പോഷ് കംപ്ലയിൻസ് പോർട്ടലിലൂടെ 10,307 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തുവെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിൽ 5,440 സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചു. 2023 സജ്ജമാക്കിയ പോർട്ടലിലൂടെ ഇത്രയേറെ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യാനായത് നേട്ടമാണ്. സ്ഥാപനങ്ങൾ സന്ദർശിച്ച പരിശോധനകളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയുമാണ് ഇത്രയേറെ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാനായത്. മേഖലാ അടിസ്ഥാനത്തിൽ ആക്ട് സംബന്ധിച്ച ബോധവൽക്കരണവും നൽകുന്നതാണ്. എല്ലാ സ്ഥാപനങ്ങളിലും നിയമാനുസൃത കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീവ്ര യജ്ഞപരിപാടി സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമം തടയുന്നതിനും എല്ലാ സ്ത്രീകൾക്കും സുരക്ഷിത ബോധത്തോടെ ജോലി ചെയ്യുന്നതിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായാണ് പോഷ് കംപ്ലയിൻസ് പോർട്ടൽ സജ്ജമാക്കിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സജ്ജീകരണങ്ങൾ പ്രായോഗികമായിരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈക്കൂലി വാങ്ങിയെന്ന പരാതി